സാംബർ തടാകം. രാജസ്ഥാന്റെ വെള്ളിക്കടൽ. ഭാരതത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് തടാകമാണ് രാജസ്ഥാനിലെ സാംബർ തടാകം. ജയ്പൂർ, അജ്മീർ, നാഗൌർ എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകം ഏകദേശം 190 മുതൽ 230 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. ഒരു വശത്ത് ആരവല്ലി പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. 5 പ്രധാന നദികളിൽ നിന്നുള്ള ജലം ഇവിടെ എത്തുന്നുണ്ടെങ്കിലും ഈ തടാകത്തിന് കടലുമായി ബന്ധമില്ല. വേനൽക്കാലത്ത് ജലം ബാഷ്പീകരിക്കപ്പെട്ട് തടാകം ഒരു വലിയ വെള്ള മരുഭൂമിയായി മാറുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇന്ത്യയുടെ ആകെ ഉപ്പ് ഉൽപാദനത്തിന്റെ ഏകദേശം 9% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽക്കേ ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ ഉപ്പ് ശേഖരണം നടക്കുന്നുണ്ട്. ഉപ്പ് കൊണ്ടുപോകാനായി തടാകത്തിനകത്ത് നിർമ്മിച്ചിട്ടുള്ള പുരാതനമായ റെയിൽവേ പാതയും ചെറിയ ട്രെയിനുകളും ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ്. ഐതിഹ്യങ്ങൾ പ്രകാരം ചൗഹാൻ രാജവംശത്തിന്റെ കുലദൈവമായ ശാകംഭരി ദേവിയാണ് ഈ പ്രദേശം സൃഷ്ടിച്ചത്. ഇതിനടുത്തുള്ള ദേവയാനി കുണ്ട് എന്ന പ്രദേശം തീർത്ഥാടനങ്ങളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നു. കൂടാതെ അക്ബർ ചക്രവർത്തിയുടെയും ജോധാബായിയുടെയും വിവാഹം നടന്നത് ഇവിടെയാണെന്നും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി 1990-ൽ ഇതിനെ ഒരു റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദേശാടന പക്ഷികളുടെ, പ്രത്യേകിച്ച് രാജഹംസങ്ങളുടെ, ഫ്ലമിംഗോസ് പ്രിയപ്പെട്ട താവളമാണിത്. തടാകത്തിലെ സവിശേഷമായ ആൽഗകളും ബാക്ടീരിയകളുമാണ് ഈ പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. സിനിമാ ചിത്രീകരണങ്ങൾക്കും ഫോട്ടോഗ്രാഫിനും ഈ പ്രദേശം വളരെ പ്രശസ്തമാണ്. എന്നിരുന്നാലും അടുത്ത കാലത്തായി അനധികൃത ഖനനവും പരിസ്ഥിതി മലിനീകരണവും തടാകത്തിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് സാംബർ തടാകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യം.